ஒவ்வொரு துளியிலும் உன்முகம் தெரிகிறது. அந்தி மழை பொழிகிறது, ஒவ்வொரு துளியிலும் உன்முகம் தெரிகிறது. இந்திரன் தோட்டத்து முந்திரியே, மன்மத நாட்டுக்கு மந்திரியே. அந்தி மழை பொழிகிறது, ஒவ்வொரு துளியிலும் உன்முகம் தெரிகிறது. கைவீசிடும் தென்றல், கண்மூடிடும் மின்னல், இது கனியோ கவியோ அமுதோ சிலை அழகோ. பண்பாடிடும் சந்தம் உன்னாவினில் சிந்தும், அது மழையோ புனலோ நதியோ கலை அழகோ. மேகம் ஒன்று நேரில் இங்க வாழ்த்த வந்ததடி, தாகம் கொண்டு பூமி நெஞ்சில் சேர்த்து கொண்டதடி. இது தொடரும் வளரும் மலரும், இனி கனவும் நினைவும் முனையே தொடர்ந்திடும். காதல் கவிதைகள் படித்திடும் நேரம் இதழோரம், இனி காமன் கலைகளில் பிறந்திடும் ராகம். புதுமோகம் இதயம் இடம் மாறும், இளமை பரிமாறும், அமுதும் வழிந்தோடும், அழகில் கலந்தாடு இதம் தரும். காதல் கவிதைகள் படித்திடும் நேரம் இதழோரம், இனி காமன் கலைகளில் பிறந்திடும் ராகம். புதுமோகம் മനോഹരം. വെരി നൈസ്. അടിപൊളി അടിപൊളി. യെസ് ആൻഡ് അർച്ചന. ഹലോ. സൂപ്പർ. നിങ്ങൾ മുന്നേ ഡിബേറ്റിൽ വന്നിട്ടുണ്ടായോ? ഫസ്റ്റ്. ഓ, ഈ ഫസ്റ്റ് ഡിബേറ്റിൽ വന്ന കുറെ പേയേഴ്സ് വീണ്ടും വന്നിട്ടുണ്ട്. ഇവർ ആദ്യത്തെ ഡിബേറ്റ് പെർഫോമൻസിൽ ഇവർ ഒന്നിച്ചായിരുന്നു. ചോദിക്കാം. എം ജി സർ, സൂപ്പർ. നല്ല രസമായിരുന്നു. യാഷ്, ആഹാ, ആ ശബ്ദവും എന്താണ് ആ നിയന്ത്രണം, പാടുന്നതിലുള്ള നിയന്ത്രണം, കൺട്രോൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ആദ്യം തൊട്ട് അവസാനം വരെ. അതുപോലെ തന്നെ അർച്ചന ആദ്യത്തെ നന്നായിരുന്നു. സെക്കൻഡ് പോർഷൻ, സെക്കൻഡ് ഏത് പാട്ടായിരുന്നു?
പൂങ്കതവേ. അത് ജസ്റ്റ് ഒന്നുകൂടെ പാടാം. ജസ്റ്റ് ഒരു தீரத்தேகம் எனக்காகும் தேனில் நனைந்தது ദാരാരിരേ, தேனில் நனைந்தது என் உள்ளம் ദാരീരേ. என்னுள்ளம் ആ അടുത്ത பொன்னாதம் பூவாடை ஆடும் தோரணம் எங்கெங்கும் ആ மாலை ഏ மாலை ദാ மாலை சூடும் ആ അവിടെ ആ പോർഷൻ மாலை അവിടെ ആ നോട്ട് ഷാർപ്പാകുന്നുണ്ട്. ഷാർപ്പാണ്. மாலை சூடும் அந்நேரம் அந்நேரம் ആ மங்கள வாழ்த்தொலி கீதம் ദാ ഗീതം. ആ അവിടെ കുറച്ച് ഒരു പെർഫെക്ഷൻ പറഞ്ഞായിരുന്നു. പക്ഷെ പാട്ടുകളെല്ലാം തന്നെ നല്ല സിങ്കായിപ്പോയി. നല്ല രസമായിരുന്നു കേൾക്കാൻ. താങ്ക് യു സർ. ടോട്ടലി നല്ല ഒരു സുഖം ഉണ്ടായിരുന്നു. നന്നായിരുന്നു. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ശരത് സർ. യഷ്, അർച്ചന, സർ കാരണം രാജാ സാറിൻ്റെ ഒരു 3 പാട്ടുകളുടെ ഒരു പാക്കേജ്. വണ്ടർഫുൾ. അവസാനത്തെ മാത്രം ഒരു ഇച്ചിരി ടെമ്പോ കൂടിയപ്പോൾ ഒന്ന് ഞങ്ങളൊന്ന് എണീച്ചിരുന്ന് റെഡിയായിട്ട്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒരു ഏകദേശം ഒരേ സ്വഭാവമുള്ള പാട്ടുകളാണ്. അപ്പം ഇത് മെറീന ബീച്ചിൻ്റെ അടുത്തുകൂടെ വൈരമുത്തു സാറ് നടന്നപ്പോൾ ആ മഴ, അവിടെ പെയ്ത മഴയിൽ ആ ഓരോ തുള്ളിയിലും അദ്ദേഹം പ്രേമിക്കുന്ന ആ മുഖം കണ്ടു എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞറിയാം കേട്ടോ. ഇതിന് അവസാനം നേരിട്ട് വൈരമുത്തു സാർ എന്നെ തെറി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. പന്തിമഴை പൊഴിகிறது, ഒവ്വൊരു തുള്ളിയിലും ഉന്മുഖം തെരിகிறது. അത് ഒരു പ്രേമത്തിൻ്റെ വേറൊരു തലമാണല്ലേ. അല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം ഷാനെ, വെള്ളിലിറങ്ങി മഴ നടക്കുമ്പോൾ എല്ലാത്തിലും ഭാര്യമാരുടെ മുഖം കണ്ടാൽ പേടിച്ച് ഓടിഞ്ഞു കയറും. ഓരോ മുഖം വന്ന അല്ല, ഒരു മുഖം അല്ല, അങ്ങനെ അത്രയും ഭാര്യമാരുണ്ട്. അങ്ങനെ ഓരോ കുട്ടികളുടെ അങ്ങനെ അല്ലെങ്കിൽ അറിയണം. അന്തിമഴை എന്ന് പറഞ്ഞാൽ അതിനൊരു ബെൻഡില്ലേ. അന്തിമഴை 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 പൊഴിகிறது അന്തിമഴை പൊഴിகிறது ஒவ்வொரு துளியிலும் உன்முகம் தெரிகிறது. അത് കുറച്ചും കൂടെ സുഖിപ്പിച്ച് പാടാം ഓവൊരു തുള്ളിയിലും കേട്ടോ. ചക്കര ലൈറ്റ് ഹൗസേ നന്നായിട്ട് പാടി കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പക്ഷെ ഇന്നൊരു സന്തോഷം കണ്ടില്ല. സർ ഹാപ്പിയാണ്. അല്ല, എപ്പോഴും ഉള്ളതുപോലെ എനിക്ക് അത് അത്രയ്ക്കൊരു ആ വൈബ് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് ചോദിച്ചത്. ശരത് സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്താ സത്യമാണത്. കാര്യം എനിക്ക് ഈ യഷിനെ കുറെ ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. സെയിം ടു സർ. യഷേ, യെസ് സർ. മേഘമൊன்று നേരിൽ അതൊന്ന് പാടാമോ? മേഘമൊன்று നേരിൽ ഇങ്ക അല്ല, ഇങ്ക്. മേഘമൊன்று നേരിൽ ഇങ്ക് വൈ സർ. നോ വൈ യു. ഇങ്ങ് വാഴ്ത്ത വന്നതടി. അതുപോലെ കാതൽ കവിതകൾ പഠിച്ചിടും നേരം ഇതഴോരം ഒന്ന് പാടാമോ? അത് കാതൽ കവിതകൾ പഠിത്തിടും നേരം ഇതഴോരം ഇനി കാമൻ കലകളിൽ പിറന്നിടും രാഗം പുതുമോഹം இதயம் இடமாறும் இளமை பரிமாறும் அமுதும் வழிந்தோடும் അഴകിൽ ഇതൊരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ആണ്. ആ ഒരു ഓസിലേഷൻ എന്ത് അർത്ഥമാണുള്ളത്. ബ്യൂട്ടിഫുൾ ഗീതം എന്നുള്ളത് അത് ഒരു ബെൻഡിന് കുറച്ചും കൂടെ സമയമെടുത്തോ. അത്രയും മുമ്പേ കൊണ്ട് അവിടെ നിർത്തിയിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ നമ്മുടെ കോറസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു, വണ്ടർഫുൾ. അപ്പൊ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. താങ്ക് യു സർ. താങ്ക് യു ചേച്ചി. യഷ് ആൻഡ് അർച്ചന, സൂപ്പർ സെലക്ഷൻ ഓഫ് സോങ്സ്, ഉഗ്രൻ സെലക്ഷൻ. നമുക്ക് രാജാ സാറിന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവനാണ് ശരിക്കും. സാറിന്റെ മനോഹരമായ പാട്ടുകൾ, ആഹാ, ഒന്നും പറയാനില്ല. പിന്നെ നിങ്ങളുടെ വോയിസസ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ.
വെരി Thank you, നൈസ്. ma'am. നല്ല Thank you. സ്മൂത്ത് ആയിട്ട് പാടി. എല്ലാ കാര്യങ്ങളും സാർ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം കുറച്ചുകൂടി ഒരു പ്രസൻസ് ആവും. അന്തിമഴை തരരരര 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 അന്തിമഴை പൊഴിகிறதே. അത് പെട്ടെന്ന് അങ്ങ് ഡിമ്മായി പോന്നു. എങ്ങനെ വിഷമോ ദേഷ്യമോ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും പാട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് 100% നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പോൾ അത് എനർജി, വി ഹാവ് ടു മേക്ക് അവർ സെൽസ് ഹാപ്പി. നമ്മൾ തന്നെ ആ എനർജി ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം ഇനി. അപ്പോൾ വേറൊന്നുമില്ല, നല്ലോണം പ്രസൻസ് കൊണ്ടുവരാം വോയിസിൽ. ഓക്കെ, അതർവൈസ് എല്ലാം നന്നായിരുന്നു. ഗോഡ് ബ്ലെസ് യു ബോത്ത്. നല്ല രസമുണ്ട് കാണാൻ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക്ക. യശ് ആൻഡ് അർച്ചന സർ നന്നായിട്ട് പാടി രണ്ടുപേരും. താങ്ക് യു സർ. ആദ്യം തന്നെ പറയട്ടെ, ഉഗ്രൻ സോങ് സെലക്ഷൻ, സീംലെസ് ആയിട്ട് ഒരു സോങ് അടുത്ത സോങ്ങിലേക്ക്. അടുത്തത് ടെമ്പോ ഇച്ചിരി ഒന്ന് കുറച്ച് കൂടി, അപ്പോൾ മാത്രം ചെറിയൊരു ജമ്പ് ഫീൽ ചെയ്തു. അതർവൈസ് ഓൾമോസ്റ്റ് ഒരു സെയിം ഫാഷനിൽ പോകുന്ന ഒരു 3 സോങ്സ് ആണ്. നല്ല സെലക്ഷൻ, വെരി ഗുഡ് സെലക്ഷൻ. അർച്ചന പാടി തുടങ്ങിയിട്ട് തെരികിരതായപ്പം ഞാൻ വിചാരിച്ചു, ഓഹ് അവൾക്കൊരു ഹാഫ് നോട്ട് അല്ലെങ്കിൽ ഒരു ഫുൾ നോട്ട് അവൾക്ക് കൂട്ടാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ മൂന്നാമത്തെ പാട്ട് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ളത്. കാരണം അത് ഭയങ്കര ഹൈ അല്ലേ, ആ ബിഗിനിങ് പോർഷൻ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ എനിക്ക് ആ തെരികിരത് ഒന്ന് ആ ഒരു നോട്ട്സ് ഒന്ന് ഡിഫൈൻ ചെയ്യണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇച്ചിരി കൂടെ സന്തോഷമാവാം. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ലവ് സോങ്സ് ആണ്, ഹാപ്പി സോങ്സ് ആണ്. അപ്പോൾ കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആവാം, കുറച്ചുകൂടെ സന്തോഷമാവാം എന്ന് എനിക്ക് ആ ഒരു ഇമോഷൻ നമ്മൾ കണക്ട് ചെയ്യണമല്ലോ. കണക്ട് ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ കുറച്ചുകൂടെ ആവാം, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് ഉണ്ട്. റെസ്റ്റ് ഓൾ ഗുഡ് കേട്ടോ. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ശരത്തേട്ടൻ പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. യഷിനി പെർഫോമൻസിന് 9 മാർക്സ്. താങ്ക് യു മാം. ശരത് സർ. യഷ് സർ. 9 മാർക്സ്. താങ്ക് യു സർ. ഷാനിക്ക. 9. Thank you, ഓക്കെ, സോ ടോട്ടൽ 27. ഓക്കെ, ഇനി അർച്ചനയുടെ മാർക്ക്. ചേച്ചി. അർച്ചനയ്ക്ക് ഈ പെർഫോമൻസിന് 8.8. താങ്ക് യു. ശരത് സർ. 8.8. താങ്ക് യു സർ. ഷാനിക്ക. 8.8. താങ്ക് യു. എം ജി സർ. കോളി മാത്രമല്ല, ഇവിടെ കോപ്പി അടിക്കുക. എം ജി സർ. വളരെ നേരത്തെ എഴുതി വെച്ചു. നല്ല പഞ്ചാര മാർക്ക്. താങ്ക് യു ഓക്കെ, സർ. സോ ടോട്ടൽ 26.4. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you. ബൈ.